സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹായിക്കണം, ആവശ്യമുള്ള ആൾക്കാരൊക്കെ സഹായിക്കണം. അള്ളാഹു അതിന് ഐശ്വര്യമേറ്റി തരട്ടെ. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഒറ്റ വാക്കിൽ പറഞ്ഞ് നീട്ടാൻ നേരമില്ല. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ ബഗി വൽ മുൻകർ. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് കാര്യങ്ങളെ വിരോധിക്കുകയാണ്. വയൻഹാ, അള്ളാഹു തആല വിരോധിക്കുന്നു, തടയുന്നു. അനിൽ ഫഹ്ശാ, അനാവശ്യങ്ങളെ തൊട്ട്. ആ അനാവശ്യം കൊണ്ട് കാര്യമായി ഉദ്ദേശിച്ചിരിക്കുന്നത് ചില മഹാന്മാരൊക്കെ പഠിപ്പിച്ചു, പ്രധാനമായും സിനയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, കോടിക്കണക്കിന് ആളുകൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നീചകൃത്യമാണ് സിന. അല്ലാഹു നമ്മുടെ ശരീരത്തെ കാത്തുരക്ഷിക്കട്ടെ. വയൻഹാനിൽ ഫഹ്ശാ, വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ, ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ പോലും ഇത് പടർന്നു പിടിച്ചിട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ സഹോദരങ്ങളെ ഇനി പേടിക്കാനുള്ള പേടി സാമ്പത്തിക പുരോഗതിയുടെ പേരിൽ. ആര് ഭരിച്ചാലും ആര് വന്നാലും സാമ്പത്തിക പുരോഗതി വേണമെന്നല്ലേ ചിന്തിക്കുള്ളൂ. വിദേശത്തൊക്കെ സാമ്പത്തിക പുരോഗതി പല സ്ഥലങ്ങളിലും നിശാ ക്ലബിന്റെ പേരിലാണ് ഇവിടെ അത് തുടങ്ങണമെന്നൊക്കെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബലാ മുസീബത്ത് അള്ളാഹു കാക്കട്ടെ. അങ്ങനെ ഒരു വഴിക്ക് ചിന്തിച്ചാൽ എന്താ നമ്മുടെ നാട്ടിന്റെ ഹാല്? അങ്ങനെയൊക്കെ ചർച്ചകളും ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷണങ്ങൾ കൂടി വരികയാണ്, കുറെയല്ല. വെൻഹാനിൽ ഫഹ്ശാ, ഈമാനികമായ പരീക്ഷണം. ഫഹ്ശാ എന്ന് തൊട്ട് അള്ളാഹു വിരോധിക്കുന്നു. വൽ മുൻകരി വൽ ബഗി. വൽ മുൻകരി, ശറഅ് വിരോധിച്ച എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു വിലക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ വീക്ഷണത്തിൽ നല്ലതായി തോന്നും, ശരീഅത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് വിരോധിക്കപ്പെട്ടതാണ്. ഉദാഹരണം പറയാ, ഒരു പുതിയ ആപ്പിള അയാളെ കയ്യിൽ നല്ല മൈലാഞ്ചി ഇടുമ്പോ ആളുകൾക്ക് തോന്നുന്നതിനെന്താ കുഴപ്പം, നല്ലൊരു ഭംഗിയല്ലേ? പക്ഷേ ശരീഅത്തിന്റെ നിയമപ്രകാരം, അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് അത് തെറ്റാണ്, കുറ്റമാണ്, വൻകുറ്റമാണ്, വിരോധിക്കപ്പെട്ട വിഷയമാണ്. കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്നും അന്നുമായി നടമാടിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ, അതിൽ നിന്ന് ആളുകളെ തടയേണ്ടതുണ്ട്. പ്രധാനമായും അതിന് വർക്ക് ചെയ്യേണ്ടത് ഉപ്പമാരും ഉമ്മമാരുമാണ്. മോന്റെ കാശ് കൊണ്ടല്ലേ എന്നൊരു ചാരൽ കൊണ്ടിട്ട് മാറ്റി നിൽക്കരുത്. ഒരു റബ്ബർ പന്തായിട്ട് ബാപ്പമാര് ഉമ്മമാര് മാറരുത്. നിർദ്ദേശത്തിന് നല്ല കഴിവും പക്വതയുമുള്ള ആളുകളായി മാറണം. എന്റെ ഹയാത്തുള്ള കാലത്തോളം ഇവിടെ നടത്താൻ പറ്റൂല. നീ വേറെ എവിടെ കൊണ്ടുപോയി നടത്തിയാലും എനിക്ക് വിരോധമില്ല, ഞാൻ നിന്നെ തടയുന്നില്ല. പക്ഷേ ഞാനടക്കം നിന്റെ ഉമ്മയടക്കം സന്തോഷത്തോടെ സംബന്ധിക്കേണ്ട നിക്കാഹാണോ കല്യാണമാണോ, ഒരു ഹറാമിനും പെർമിഷൻ ഇല്ല. അർദ്ധനഗ്നകളായ പെൺകുട്ടികളെ വരെ കൊണ്ടുവന്നിട്ട് നഊദു ബില്ലാഹ് ഒരു സുന്നത്തിന് വേണ്ടി രാത്രിയും പകലുമൊക്കെ നൃത്തം ചവിട്ടിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഏർപ്പാട് പലയിടത്തും വന്നുപോയി. പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ആണുങ്ങൾ പരസ്പരം മാറി മാറി നിന്നിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട സംവിധാനം വന്നുപോയി. ആ പെണ്ണിന് നല്ല മുത്തിന്റെ വിലയുണ്ടായിരുന്നു. പക്ഷേ പഠിച്ച കൂട്ടുകാരൊക്കെ വന്ന് തോളിൽ കൈവച്ച് ഒപ്പം ഇരുന്നും ചെരിഞ്ഞും കിടന്നും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോ ആ വീട്ടിലെ പ്രിയപ്പെട്ട ഉപ്പാ ഒരുപക്ഷെ 25 ലക്ഷം നിങ്ങൾ ചെലവ് ചെയ്യുന്നുണ്ടാകും. പകുതിയോളം കടം വാങ്ങിയതായിരിക്കും, അധ്വാനത്തിന്റെ ഫലമായിരിക്കും. ഒന്നും നിങ്ങൾക്ക് അനുകൂലമായി കിട്ടാതെ മുഴുവനും ആഖിറത്തിൽ നിങ്ങൾക്ക് കേടാകുന്നു. ദുനിയാവിൽ പലരും ഒരു പക്ഷേ പത്രാസ് പറഞ്ഞേക്കും, ആഖിറത്തിലെത്തുമ്പോ ഒരു ഫലവും ഉണ്ടാകില്ല. കാരണം അല്ലാഹ് വിരോധിച്ചൊരു കാര്യങ്ങളും ഒരു സുന്നത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തലേന്നോ പിറ്റേന്നോ പറ്റൂല. 10,000ങ്ങൾക്ക് വെടിമരുന്ന് പൊട്ടിക്കുന്നവരുണ്ട്. നഊദു ബില്ലാഹ്, ഇസ്ലാമിന്റെ സംസ്കാരമല്ല. കൂടെ വരുന്ന ചെറുപ്പക്കാർക്ക് നുണയാൻ വേണ്ടി മദ്യം വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്. നഊദു ബില്ലാഹ്, ഇസ്ലാം അനുവദിച്ചതല്ല. കൂടെ പോകുന്നവർക്ക് ഔറത്ത് മറയാത്ത ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്. ഇസ്ലാം അംഗീകരിച്ചതല്ല. അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യമല്ല. കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകില്ല. കല്യാണം കഴിക്കുന്ന മണവാട്ടിയെയും കല്യാണം കഴിക്കുന്ന മണവാളനും കൂടിയിട്ട്
വേണ്ടിയിട്ട് അതേ അർദ്ധനഗ്നയായ ഫോട്ടോകൾക്ക് ആളുകളെ മുന്നിൽ തന്നെ ഇരുന്നും ചാഞ്ഞും നിന്ന് മാന്യത പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പൊതുജീവിതത്തിലേക്ക് പാദമൂന്നുന്ന പെൺകുട്ടിയുടെ കവിൾത്തടത്തില് മാലോകർക്ക് മുന്നിൽ ചുംബനം നൽകുന്ന ഏറ്റവും ദുഷിച്ച ഏർപ്പാട് വരെ മാപ്പർഹിക്കുന്ന വിഷയമല്ല. നിനക്ക് അല്ലാഹു തആല ഭദ്രമായ ഒരു വാക്കിലൂടെ ഹലാലാക്കി തന്ന പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും അല്ലാഹ് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, മാർഗങ്ങൾ തന്നിട്ടുണ്ട്, സ്വകാര്യതകൾ തന്നിട്ടുണ്ട്, മാന്യതകൾ തന്നിട്ടുണ്ട്. അതൊന്നും ഭേദിച്ചുകൂടാ. 45, 50, 60,000 രൂപ ഒരൊറ്റ വിഷയത്തിന് വേണ്ടി മാത്രം ചെലവ് ചെയ്യുന്നു. ഏതെങ്കിലും ഒന്നിന് അല്ലാഹുവിനടുത്ത് കൂലിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വീട്ടിന്റെ മുഴുവൻ അറകളിലും അരമനകളിലും തിങ്ങി തെരയുന്ന ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ രാവും പകലും കുടുംബക്കാരനല്ല, മഹ്റമല്ല, ആരും അല്ല. എന്നിട്ട് തുണി ധരിക്കുന്ന, വസ്ത്രം മാറ്റുന്ന, ഉടയാടകൾ ധരിക്കുന്ന ആണിന്റെയും പെണ്ണിന്റെയും ഒന്നാമത്തെ നമ്പർ മുതൽ ലാസ്റ്റ് നമ്പർ വരെ ഫോട്ടോ എടുക്കുന്ന ദുഷിച്ച ഏർപ്പാടില്ലേ, അല്ലാഹുവിന്റെ ദീന് അനുവദിച്ചതല്ല. രാത്രി നടത്തുന്ന സംഗീത നിശയില്ലേ, അല്ലാഹുവിന്റെ ദീന് അനുവദിച്ചതല്ല. അവിടെ പരിമിതമായ ചില രൂപങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. അത്രേ സൗന്ദര്യത്തിൽ ഇപ്പൊ അത് പറ്റുകയുള്ളൂ. മഹാന്മാരായ ബദരീങ്ങളെ പറ്റിയിട്ട് റുബയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിൽ വെച്ച് കുട്ടികൾ ദഫ് മുട്ടി പാട്ട് പാടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വന്ന് കേട്ടിട്ടുണ്ട്. കുട്ടികൾ പാട്ട് പാടുന്നു. എന്തു ബിനമൻഖുതിര മിൻ ആബാഇഹിന്ന യൗമ ബദർ, സ്വഹീഹുൽ ബുഖാരിയിൽ അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. ബദറിൽ ഷഹീദായ ഉപ്പാപ്പമാരെ അനുസ്മരിച്ച് മക്കള് പാട്ട് പാടുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിരിക്കുന്നു, തങ്ങൾ അംഗീകരിക്കുന്നു. പല കല്യാണങ്ങളിലും ദഫ് മുട്ടാനില്ലേ എന്ന് തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിമേ, നീ ഒന്ന് വിദേശത്ത് പോയി അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെയും സമ്പത്ത് സ്വരൂപിച്ച് ഖാലിഖായ റബ്ബിനെയും റബ്ബിന്റെ നിയമങ്ങളെയും വിമർശിക്കുക മാത്രമല്ല, ആര് പറഞ്ഞാലും അംഗീകരിക്കാത്തൊരു മാത്സര്യ ബുദ്ധിയോടുകൂടെ കല്യാണത്തിന്റെ അന്നും പിറ്റേന്നും നടത്തുമ്പോ നീ ചിന്തിക്കേണ്ടതിന്റെ ഒരു ഭാവി ജീവിതത്തെ കുറിച്ചാണ്. അതിലല്ല ബറക്കത്ത് തരുമോ? ഉണ്ടാകുന്ന മക്കളിൽ ഖൈറ് തരുമോ? കാരണം തുടക്കം നന്നാ വേണ്ടേ, ബാക്കിയുള്ളതൊക്കെ നന്നാവാൻ ബിസ്മില്ലാഹി ചൊല്ലി റാഹത്തോടെ ഉമ്മാനോടും പറഞ്ഞിറങ്ങുന്ന ഇറക്കം നല്ല പൊരുത്തത്തോടെ ആകേണ്ടയോ? അല്ല പൊരുത്തപ്പെട്ട മാർഗത്തിലാകണ്ടയോ? ഒരൊറ്റ ഹറാമിന് വേണ്ടിയും അന്ന് കാശ് ചെലവഴിച്ചുകൂടാ. ആവശ്യമില്ലാത്ത ഫോട്ടോ എടുത്തുകൂടാ. നിങ്ങൾക്കൊരു രേഖക്ക് വേണ്ടി, ഒരു തെളിവിന് വേണ്ടി നിങ്ങൾ നിക്കാഹിന്റെ ഫോട്ടോ എടുക്കുന്നു, ഒന്നിലങ്ങ് നിർത്തിക്കോ. ബാക്കിയുള്ളതിനൊക്കെ ഒരു ചോദ്യം വരാനുണ്ട്. നിങ്ങൾ ചോദിക്കും, ഉസ്താദേ നിങ്ങളെ കല്യാണത്തിൽ എടുത്തിട്ടില്ലേ? ഇല്ല, ഒരു രൂപ വിഷയത്തിൽ ചെലവാക്കിയിട്ടില്ല. ചെലവാക്കാത്തിന് സങ്കടമില്ല, റാഹത്തേ ഉള്ളൂ. ഒരൊറ്റ നയാ പൈസ ചെലവാക്കിയിട്ടില്ല. ഒരൊറ്റ മൊബൈലുണ്ടും ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ ആരേതിന് ഏൽപ്പിച്ചിട്ടില്ല, ആരോടത് പറഞ്ഞിട്ടില്ല, എന്റെ ആവശ്യമില്ല. അല്ലാഹു തആല പൊരുത്തപ്പെട്ട മാർഗത്തിനാണ് നടത്തേണ്ടത്. അതിനാണ് അല്ലാഹു നമുക്ക് ദീന് പഠിപ്പിച്ചു തന്നത്. ആവശ്യമായ പരിമിതമായ സൗന്ദര്യങ്ങളും സന്തോഷങ്ങളും ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നൊരു മുൻകറാത്തും വരാതെ, വിരോധിക്കപ്പെട്ടൊരു വിഷയവും വരാതെ ആണത്തത്തോടെ വേണം ഉപ്പമാരെ മക്കള് 10 ആകട്ടെ, 4 ആകട്ടെ, 5 ആകട്ടെ, 1 ആകട്ടെ, റബ്ബിന്റെ അടുക്കൽ മഹാന്മാരെ മുന്നിൽ നിന്ന് മാനം കാത്തു നിൽക്കാനുള്ള അന്തസ് ആഖിറത്തിൽ വേണം. തലകുനിക്കേണ്ട ദാരുണമായ അവസ്ഥ. ഈ അനാചാരങ്ങൾക്ക് മുഴുവനും സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ബാപ്പക്കും ഒരു ഉമ്മക്കും വന്നുകൂടാ. അതെത്ര വലിയ പ്രമാണിയാണെങ്കിലും ശരി, എത്ര വലിയ തറവാട്ടുകാരനാണെങ്കിലും ശരി, എത്ര വലിയ തമ്പുരാനാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എല്ലാവർക്കും ബാധകമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി സദ്യക്ക് വന്ന വീട്ടില് ജീവനുള്ള ജീവിയുടെ ഫോട്ടോ കണ്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ മഹാനാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഇവിടെ
ഇതുപോലത്തെ മഹാന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നാട്ടിൽ ഒരൊറ്റ കല്യാണത്തിന് പോകൂല. ആണും പെണ്ണും സമ്മിശ്രമായിട്ടുള്ള ഭക്ഷണം. സൽക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹറാമിന്റെ കൊടി പിടിച്ചൊരു സംഗതിയായി മാറി.